ഒരു അധ്യാപകൻ തന്നെ 80 കുട്ടികളെ 100 കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം ഓരോരുത്തരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ലിമിറ്റഡ് ടൈം കൊണ്ട് പഠിപ്പിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. ലക്ഷ്യ സ്കൂൾ പ്ലസ് ഇപ്പോൾ തുടങ്ങിയിട്ട് ഏകദേശം 3 വർഷമായി. അതിൻ്റെ തുടക്കകാലം തൊട്ട് കൂടെ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതായത് ഈ ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്താണ്, അതുപോലെ സാറിൻ്റെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കാം. യെസ്, നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസ് 3rd അക്കാഡമിക് ഇയറിലേക്ക് കടന്നിരിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ ആദ്യ കാലത്ത് അല്ലെങ്കിൽ ആദ്യ ക്ലാസ് തന്നെ എൻ്റെ ആയിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം തന്നെ നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തോന്നുന്നു ലെനറ്റ്. അപ്പോൾ നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മളൊരു +1 +2 ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് എന്തെങ്കിലും ഗൈഡൻസ് വേണമെങ്കിൽ അതുപോലെ കരിയർ ഗൈഡൻസ് സെഷൻസുകൾ തുടങ്ങിയവ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികൾ പലരും ചിലപ്പോൾ ചില ദിവസങ്ങളിൽ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾ സ്കൂളിൽ പോയാൽ തന്നെ നമുക്കറിയാം നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു അധ്യാപകൻ തന്നെ 80 കുട്ടികളെ 100 കുട്ടികളൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പം ഓരോരുത്തരും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ട രീതിയിലുള്ള ലിമിറ്റഡ് ടൈം കൊണ്ട് പഠിപ്പിക്കാൻ സാധിച്ചുകൊള്ളണമെന്നില്ല. അപ്പോൾ അവർക്കൊരു എക്സ്ട്രാ ഒരു ബെനിഫിറ്റ് പോലെ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു ഗൈഡ് പോലെ നമ്മൾ അവർക്ക് വേണ്ട ടോപ്പിക്സുകളിൽ അവരുടെ സബ്ജക്ട്സുകൾ നമ്മൾ യൂട്യൂബിലൂടെ അവർക്ക് ഫ്രീ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലാസ്സുകൾ മാത്രമല്ല, നമുക്ക് ചർച്ച ചെയ്യാം, ഒരുപാട് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ലക്ഷ്യ സ്കൂൾ പ്ലസ് എന്നുള്ളത്. സോ ലാസ്റ്റ് 3 years ആയിട്ട് ലക്ഷ്യ സ്കൂൾ പ്ലസിൻ്റെ കൂടെ ഉണ്ട്. നമ്മൾ എക്സാമിൻ്റെ ടൈമിൽ റിവിഷൻസുകളായിട്ടും ഓഫ്ലൈൻ ക്ലാസ്സുകളായിട്ടും സൂമിലൂടെയും ഗൂഗിൾ മീറ്റിലൂടെയും യൂട്യൂബിലൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഒരുപാട് നല്ല അനുഭവങ്ങൾ ലക്ഷ്യ സ്കൂൾ പ്ലസിലൂടെയും നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്നും അതേപോലെ തന്നെ നമ്മുടെ ലക്ഷ്യയിൽ നിന്നും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്.